നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കുട്ടിക്കുപ്പായത്തിലെ നെഗറ്റീവ് കഥാപാത്രമായ കുഞ്ഞിപ്പാത്തുമ്മ, അതുപോലെ വിയറ്റ്നാം കോളനിയിലെ നമ്മുടെ കണ്ണു നനയിച്ച ഉമ്മ, ഗോഡ് ഫാദറിലെ ആനപ്പാറ അച്ചമ്മ, ഈ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സംഭാവന ചെയ്ത ഒരു അനശ്വര നടി നമുക്കുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അവർ ഇന്നും ജീവിക്കുകയാണ്, നമ്മുടെ സ്വന്തം ഫിലോമിന. ഞാൻ ഇന്ന് ഈ അധ്യായത്തിൽ പറയുന്നത് ഫിലോമിനയെ കുറിച്ചാണ്. അജിത് കുമാർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആയിരത്തി 1926 തൃശ്ശൂരിൽ ദേവസിയുടെയും മറിയത്തിന്റെയും മകളായി ജനിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് വലപ്പാട് സ്കൂളിലാണ്. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ ഫിലോമിനയുടെ അച്ഛൻ മരിച്ചു. പിന്നീട് സാമ്പത്തിക വറുതിയുടെ നാളുകളായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പാട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളികളിൽ പാടുവാൻ പോകുമായിരുന്നു. അതായിരുന്നു അന്നത്തെ വരുമാന മാർഗം. പിന്നീട് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഫിലോമിനയെ വളർത്തിയത്. ഫിലോമിനയ്ക്ക് താഴെ 4 സഹോദരിമാരും കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടകത്തിൽ പാടുവാൻ അവസരം കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ നാടകങ്ങൾക്ക് പാടുവാനായി പോകുമായിരുന്നു. പള്ളികളിലും പാടുവാനാണ്, അതായിരുന്നു വരുമാന മാർഗം. അങ്ങനെ ഇരിക്കെ ഇതല്ല തൻ്റെ വഴിയെന്ന് ഫിലോമിന മനസ്സിലാക്കുകയായിരുന്നു. പിന്നീടാണ് അഭിനയത്തിലോട്ട് കടക്കുന്നത്. അപ്പോൾ അഭിനയിക്കുവാൻ ഒരു അവസരം ഉണ്ടാകണമല്ലോ. അപ്പോൾ അന്ന് PJ ആന്റണിയുടെ ട്രൂപ്പ്, PJ തിയേറ്റേഴ്സ്, അത് വളരെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ PJ ആന്റണിയുടെ നാടകത്തിൽ അഭിനയിച്ചാൽ ആ അഭിനയിക്കുന്നവർ എല്ലാവരും പ്രശസ്തരാകുന്നൊരു ധാരണ ഫിലോമിനയ്ക്കും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പലരും അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ പ്രശസ്തരായിട്ടുണ്ട്. അങ്ങനെ PJ ആന്റണിയെ സമീപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പക്ഷേ ആ അഭിനയം ശരിയാകാത്തതിന്റെ പേരിൽ പല പ്രാവശ്യം PJ ആന്റണി ഫിലോമിനയെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ ഒരു അറിവായിട്ട് മാത്രമാണ് ഫിലോമിന കരുതിയിരുന്നത്. ഓരോ ഭാഗം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെയാണ് PJ ആന്റണി എടുത്തിരുന്നത്. അതുകൊണ്ട് തന്റെ കൂടെ വന്ന നടീനടന്മാർ വളരെ ഭംഗിയായി ചെയ്യണമെന്ന് PJ ആന്റണിക്ക് നിർബന്ധവുമായിരുന്നു. ഒരിക്കൽ പ്രശസ്ത എഴുത്തുകാരൻ മൊയ്ത് പടിയത്ത് ഫിലോമിനയുടെ നാടകം കാണുവാനിടയായി. അപ്പോൾ അദ്ദേഹം ഈ നാടകം കണ്ടു. നാടകം കണ്ടപ്പോൾ ഇവർ നല്ലോണം അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം എടുക്കാൻ തീരുമാനിച്ച ചിത്രം കുട്ടിക്കുപ്പായം, അതായത് നമ്മുടെ പ്രേംനസീർ നായകനായ കുട്ടിക്കുപ്പായം. അപ്പൊ അതിൽ നസീറിന്റെ ഉമ്മയുടെ വേഷത്തിലേക്ക് ഫിലോമിനെ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ ഫിലോമിന ആ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ ഫിലോമിനയ്ക്ക് ആകപ്പാടെ ഭയം. വേറൊന്നുമല്ല, അതിൽ കുറച്ച് ഡയലോഗുകളുണ്ട്, നസീറിനെ വഴക്ക് പറയുന്ന ധാരാളം സീനുകളുണ്ട്. അപ്പൊ ഫിലോമിന പറയുകയാണ്, ഞാനെങ്ങനെ നസീർ സാറിനെ എടാപോടാന്ന് വിളിക്കും? ഇത്രയും ചെറിയ ഞാൻ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായ നസീറിനെ എങ്ങനെ എടാന്ന് വിളിക്കും? അതായിരുന്നു അവരുടെ ഭയം. ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ? പ്രേംനസീറിനെ കണ്ട ഉടനെ ഒന്നും മിണ്ടാതെ ആ കാൽക്കിൽ വീണ് അനുഗ്രഹം തരും. അപ്പൊ നസീർ വേഗം പിടിച്ചെഴുന്നേറ്റ് പറഞ്ഞു, ഫിലോമിന ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്തിനാ ഭയപ്പെടുന്നത്? നാടകത്തിലൊക്കെ അഭിനയിച്ച് തെളിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അല്ല, ഇത് നാടകമല്ലോ, സിനിമ, ഇതിലെനിക്ക് ശരിയാകുമെന്നേ ഞാനല്ലേ പറയുന്നത്. ഞാനുണ്ട്, എല്ലാ ഉപദേശവും ഞാൻ തരാം. അത് ഫിലോമിനയ്ക്കൊരു ഉണർവായി. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഫിലോമിന തന്നെ പറയുകയാണ്, അന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് വളരെ ധൈര്യമായി. എന്റെ ഓരോ ഷോട്ട് തെറ്റുമ്പോഴും അദ്ദേഹം വീണ്ടും എനിക്ക് ഉപദേശങ്ങൾ തരുമായിരുന്നു. ക്യാമറയെ നോക്കാതെ വേണം സംസാരിക്കാൻ, അങ്ങോട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ നിർദ്ദേശവും പ്രേംനസീർ കൊടുത്തത് ഫിലോമിന എപ്പോഴും ഓർമ്മിക്കുമായിരുന്നു. കുട്ടിക്കുപ്പായം ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം 64 തന്നെ 3-4 ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടി. സത്യനോടൊന്നിച്ച് ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അവർക്ക് ആദ്യ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് മധുവിനോടൊപ്പം അഭിനയിച്ചപ്പോഴാണ്. ഓളവും തീരവും എന്ന ചിത്രം, അതിൽ നായികയുടെ അമ്മയുടെ വേഷമായിരുന്നു. അതിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിൽ തന്നെയല്ല, പിന്നെ 2 ചിത്രങ്ങളിൽ കൂടി കിട്ടിയിട്ടുണ്ട്. തുറക്കാത്ത വാതിലിലെ ബീവാത്തുമ്മ എന്ന കഥാപാത്രം, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ മമ്മൂട്ടിയുടെ മുത്തശ്ശിയായിട്ട് അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, അതായത് തനിയാവർത്തനം, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ മണ്ടന്മാർ ലണ്ടൻ എന്ന ഹാസ്യരസപ്രധാനമായ ചിത്രം, സുകുമാരൻ നായകനായ
ചിത്രം. അതിലൂടെയാണ് ഹാസ്യരംഗത്തോട്ട് ഫിലോമിന കടക്കുന്നത്. അതിലൊരു ഹാസ്യവേഷമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യൻ അന്തിക്കാടാണ് അവർക്ക് വേറൊരു പാത, അതായത് അഭിനയത്തിന്റെ മറ്റൊരു മുഖം കണ്ടെത്തിയത് സത്യൻ അന്തിക്കാടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം മുസ്ലിം കഥാപാത്രങ്ങൾ ഫിലോമിന അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മളെല്ലാം നെഞ്ചിലേറ്റിയിട്ടുണ്ട്. കാരണം സംഭാഷണത്തിന്റെ പ്രത്യേകത കൊണ്ട് ഏത് കഥാപാത്രം ചെയ്താലും ഫിലോമിന നമുക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടുമായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു പ്രത്യേക ഒരു കഴിവ്, നൈസർഗികമായ ഒരു കഴിവായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം കഥാപാത്രങ്ങൾ വളരെ ഭംഗിയോട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാസ്യം വേഷം ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റും കാണുന്ന, നമുക്ക് ഫിലോമിനയെ അവിടെ കാണാൻ സാധിക്കില്ല, നമ്മുടെ ചുറ്റും കാണുന്ന പലരെയും നമ്മുടെ മനസ്സിൽ ഓടിയെത്തും ഫിലോമിനയുടെ അഭിനയം കാണുമ്പോൾ. ആ ഒരു റേഞ്ച് ആയിരുന്നു ഫിലോമിനയ്ക്കുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഫിലോമിന അഭിനയിച്ച ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന ചിത്രമാണ്. 2006 ജനുവരി 2 ആ അനശ്വര കലാകാരി നമ്മളിൽ നിന്നും അകന്നുപോയി.